ഷെറിൻസ് ടേസ്റ്റ് ദ ബെസ്റ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും മട്ടൺ സൂപ്പ്, ചിക്കൻ സൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ബീഫ് സൂപ്പ് ആദ്യമായിട്ടാവും പലരും കേൾക്കുന്നുണ്ടാവുക. എന്നാൽ എത്ര പേർക്കറിയാം മട്ടൺ സൂപ്പിൻ്റെ അതേ ഗുണങ്ങൾ ബീഫ് സൂപ്പിനുണ്ടെന്നുള്ള കാര്യം? ഇപ്പം മഴക്കാലം വരാറായി. ഈ സീസണിൽ അധിക പേർക്കും, പ്രായമായവർക്ക് മാത്രമല്ല 30 കഴിഞ്ഞ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം പേർക്കും വേദനകളും കൈകടച്ചിലും കാൽക്കടച്ചിലും എന്ന് വേണ്ട മൊത്തത്തിലൊരു വേദനകളുടെ കാലമാണ്. പണ്ടുള്ളവരൊക്കെ ഈ കാലത്ത് നല്ലോണം ശരീരം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അതിനെവിടെ നേരം, എല്ലാവർക്കും ബിസി ലൈഫല്ലേ. ഇത് ഉണ്ടാക്കാൻ ഒട്ടും പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മട്ടൺ സൂപ്പിന് ആടിൻ്റെ കൈയും കാലും എടുക്കുന്നത് പോലെ തന്നെ ബീഫ് സൂപ്പിനും പോത്തിൻ്റെ കൈയും കാലും തന്നെയാണ് എടുക്കുക. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി ഇതുപോലെ തന്നെ കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ കുക്കറിലിട്ടാൽ മതി. ഇനി അത് മൂടി നിൽക്കാൻ പാകത്തിന് മേലെ വെള്ളം ഒഴിക്കണം. ഒരു ഫുൾ വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു 7 ദിവസം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുടിക്കണം. ഇതിന് സത്ത് മുഴുവൻ കിട്ടണമെങ്കിൽ 7 ദിവസം വരെയെങ്കിലും തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചാൽ ഇത് കേട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 1-2 വിസിൽ വരോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ വളരെ ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറെങ്കിലും വെക്കണം. അങ്ങനെ ഒരാഴ്ച ഇതേ രീതിയിൽ ചെയ്യണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കറിൽ ആവി പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇതുപോലെ ഉണ്ടാവും കാണാൻ, മട്ടൺ സൂപ്പ് പോലെ തന്നെ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ പൊടിച്ചെടുക്കാം. അതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. പച്ചമല്ലി ആകുമ്പോൾ നല്ലോണം പൊടിയണം, ഇല്ലെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. വെറും മല്ലിപ്പൊടി യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ മരുന്നിൻ്റെ ഒരു ആവശ്യം എന്നുള്ള ഉദ്ദേശത്തിലാണ് പച്ചമല്ലിയും നല്ല ജീരകവും എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പച്ചമല്ലിയും നല്ല ജീരകത്തിൻ്റെ ചൊയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെറും മഞ്ഞൾപ്പൊടിയും കുരുമുളക് ഇട്ടാലും ഒരു കുഴപ്പമില്ല. ഇത് 7 ദിവസത്തേക്കുള്ള മസാലപ്പൊടിയാണ് ഞാൻ പൊടിച്ച് വെച്ചത്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ മാത്രം മതി നമുക്ക് 1 ദിവസത്തേക്ക്. ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ഒരു സോസ് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് ബീഫ് സൂപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക്, മല്ലി, ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഈ സമയം എല്ലും കഷ്ണങ്ങളിലേക്ക് വീണ്ടും അത് മൂടുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് 1-2 വിസിലെങ്കിലും വരുവോളം തിളപ്പിക്കണം. എന്നിട്ട് മാറ്റി വയ്ക്കാം. അത് തുറന്നു നോക്കാതെ ഇരുന്നാൽ പിറ്റേ ദിവസം വരെ ഒരു കേടും വരില്ല. പിറ്റേന്ന് തിളപ്പിക്കുമ്പോൾ ഇന്ന് ചെയ്ത പോലെ തന്നെ 1-2 വിസിൽ വന്നിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിക്കാൻ വെക്കണം. എന്നിട്ട് ബാക്കിയൊക്കെ ഇന്ന് ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 7 ദിവസം ഇത് ആവർത്തിക്കണം. 3 ദിവസം ആകുമ്പോഴേക്കിനും ഇതിൻ്റെ മജ്ജയും മാംസവും ഒക്കെ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ടാവും. 7 ദിവസം ആകുമ്പോഴേക്കിനും എല്ലൊക്കെ നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി ഇതുപോലെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. ഇപ്പോൾ സൂപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കി ഇതൊരു സൂപ്പ് ബൗളിലേക്ക് ഒഴിക്കാം. മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെയാണ് ഇതുപോലെ സൂപ്പ് കഴിക്കാൻ ഏറ്റവും ഉത്തമം. കാരണം ശരീരത്തിന് നല്ല ചൂടായിരിക്കും ഇത് കുടിച്ചാൽ. അപ്പോൾ വേനൽക്കാലത്ത് ഒരിക്കലും ഇത് കുടിക്കാൻ നിൽക്കരുത്. മട്ടൺ സൂപ്പ് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരിക്കും ഒരാൾക്ക് മാത്രമേ 7 ദിവസം വെച്ച് കുടിക്കാനുണ്ടാവുള്ളൂ. ബീഫ് സൂപ്പ് ആകുമ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ 7 ദിവസം കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇത് കുട്ടികൾക്കും കുടിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി ബീഫ് കിട്ടുമ്പോൾ അതിൻ്റെ കയ്യും കാലും ഒന്നും കളയണ്ട. വർഷക്കാലമാണ് വരാൻ പോകുന്നത്. ബീഫ് കഴിക്കുന്നവർ ഇതുപോലെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുക. കൊളസ്ട്രോളൊക്കെ ഉള്ളവർ കുറച്ച് ക്വാണ്ടിറ്റി, ഒരു 1/2 ഗ്ലാസ്സൊക്കെ കുടിക്കുക. എപ്പോഴും കുടിക്കുന്നൊന്നുമല്ലല്ലോ, വർഷത്തിൽ 1-2 പ്രാവശ്യമല്ലേ. ശരീരത്തിനത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഒരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.